വെൽക്കം ബാക്ക് ഫ്രം മൈ കിച്ചൺ. ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത് അയർലണ്ടിൽ നമ്മുടെ കിച്ചണിൽ നിന്നാണ്. അപ്പോൾ കിച്ചൺ പിടിക്കാൻ വേണ്ടിയിട്ടൊന്നുള്ള വീഡിയോ അല്ല കേട്ടോ. കിച്ചണിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ ആ തിരക്കിനിടയ്ക്ക് വീഡിയോ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് അങ്ങ് പോകട്ടെ എന്ന് കരുതി. കാരണം പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ള ടൈം കിട്ടില്ലല്ലോ. അത് കാരണം 5 ദിവസം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ടയർഡായിട്ടിരിക്കാൻ കേട്ടോ. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നണ്ടാവും, 5 ദിവസം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ഷീണമൊന്നും കാണുന്നില്ലല്ലോ എന്ന്. അല്ല, അതിന് വേറൊരു കാര്യമുണ്ട് കേട്ടോ. നാളെ ഇപ്പം 5 ദിവസം ഞാൻ നൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ശരിക്കും ടയർഡായിരുന്നു. പക്ഷെ മനസ്സിലൊരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷം കാരണം ടയർഡ്നെസ് തോന്നാത്തതാണ്. അടുത്ത 2 ദിവസം ഈ വീക്കെൻഡിൽ വീക്കെൻഡ് സാറ്റർഡേ സൺഡേ മൺഡേ തിരിച്ചു വരത്തുള്ളൂ. അങ്ങനെ 3 ദിവസത്തിന് നമ്മൾ ഒരു സ്ഥലം കറങ്ങാൻ പോവാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹം മനസ്സിനകത്ത് ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ 5 ദിവസം അങ്ങ് ഓടിയത്. 5-ാമത്തെ ദിവസമായപ്പോൾ ശരിക്കും ടയർഡായിരുന്നു. പക്ഷെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവോ, നമ്മൾ പുതിയ കൺട്രി കാണാൻ പോവാണല്ലോ, അവിടുത്തെ സ്ഥലങ്ങളെ പറ്റി അറിയാൻ പോവാണല്ലോ എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഒരു ആഗ്രഹം കിടന്നുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മളത് ചെയ്തു. അങ്ങനെയാണല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്ക് ബാക്കിൽ വരുന്ന നമ്മുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഓടിപ്പോയതാണ് 5 ദിവസം. അപ്പോൾ ഇനിയിപ്പം അടുത്ത 2 ദിവസത്തിനുള്ള കറി വെച്ചിട്ട് വേണം പോകാനായിട്ട്. കറി സാധനങ്ങളെല്ലാം, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ്, ദോശക്കണം, മാവരക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം. അപ്പോൾ തീരെ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചു എന്നാൽ ഇത് ചെയ്യണതിൻ്റെ ഒപ്പത്തിൽ അങ്ങ് വീഡിയോ അങ്ങ് എടുത്ത് പോയേക്കാണ്. അപ്പോൾ കുറേ നാളെ അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ ഇപ്രാവശ്യത്തെ ട്രാവൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഫാമിലി ആയിട്ടല്ല കേട്ടോ പോകുന്നത്. അതായത് പിള്ളേരൊന്നും കൊണ്ടുപോകുന്നില്ല. പിള്ളേർക്ക് സ്കൂളുള്ള ടൈമാണ്. അവരെയൊക്കെ ഇവിടെ ഇരുത്തിയിട്ട് സ്വസ്ഥമായിട്ട് ഹസ്ബൻഡും പിള്ളേരെല്ലാവരും ഇവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ കുറച്ച് പെൺപിള്ളേർ മാത്രമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു. പിന്നെ വേറൊരു കാര്യം കേട്ടോ, നമ്മളിങ്ങനെ ട്രാവൽ പോകാൻ ഇഷ്ടമുള്ളവർ ഒരിക്കലും അത് പിന്നത്തേക്കൊന്നും പറഞ്ഞ് മാറ്റി വയ്ക്കരുത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പോൾ കാരണം പണ്ടുള്ള ആളുകൾക്ക് എൻ്റെ ഒരു ഇതാണ് കേട്ടോ, പണ്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും കുറച്ചും കൂടെ ഹെൽത്തി ആയിരുന്നു. അപ്പോൾ അവരൊരു 10-60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലും അവർ ഒത്തിരി കൂടെ ഹെൽത്തി ആയിട്ടിരിക്കും. പണ്ടത്തെ നമ്മുടെ അച്ഛനും അമ്മമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് പിള്ളേർ ഇത്തിരി കൂടെ വലുതായി നമ്മുടെ പ്രാരാബ്ദങ്ങളൊക്കെ തീർത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മളങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഭയങ്കര സ്ട്രെസ്സായിട്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ജോലി, വീട്ടിലെ തിരക്ക് എല്ലാം കൂടെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു 40-45 വയസ്സാകുമ്പോഴത്തേക്കും നമ്മളാകെ വയ്യുണ്ടാവും. പിന്നെ കാലുമുട്ട് വേദനയായി, നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളായി, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഒട്ടും വെച്ച് താമസിപ്പിക്കരുത്, അങ്ങ് പോയേക്കുക. അപ്പോൾ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളിൽ ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ട്രാവൽ ചെയ്യുക, ആ സ്ഥലങ്ങളെ പറ്റി പഠിക്കുക, പിന്നെ ആ സ്ഥലത്തെ ഫുഡുകൾ ട്രൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതൊരു രസമാണ്. അപ്പോൾ ഇനി എവിടെയാണ് പോകണമെന്ന് അറിയണ്ടേ? നമ്മുടെ വീട്ടിൽ, നമ്മൾ ഈ വീട് മേടിച്ച സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഡൈനിങ്ങിൽ ഇരിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. ആ ഫോട്ടോ അന്ന് കുറേ നാൾ മുമ്പ് തൂക്കിയതാണ്. അപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ തുടങ്ങിയുള്ള ആഗ്രഹമാണ് ആ സ്ഥലം ഒന്ന് പോയി കാണണം എന്നുള്ളത്. പക്ഷെ അത് നാളത്തേക്കാണ്. ഇപ്പം 4-5 വർഷം കഴിഞ്ഞു, ഇപ്പോഴാണ് നമുക്ക് അതിനുള്ള അവസരം കിട്ടിയത്. ഞാൻ അവിടെ പോയി ഫോട്ടോ എടുക്കാൻ പറ്റുമല്ലോ എന്നറിയില്ല കേട്ടോ. എനിക്ക് അവിടെ പോയി ഒന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ട്. കാണിച്ചിട്ടേ അത് ഈ കാണാനാണ് ഫോട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഏത് കൺട്രിയാണ് വിസിറ്റ് ചെയ്യാൻ പോണേന്ന്? അതെ, സർപ്രൈസ് പൊളിച്ചു. കല്ലൂസിന് വിഷമമുണ്ടോ അമ്മ പോണേന്? കല്ലൂസ് ആദ്യം ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു അമ്മ പോവാണെന്നൊക്കെ ചോദിച്ചിട്ട്. കല്ലൂസിന് വിഷമമുണ്ടോ അമ്മ പോണേന്? ഒരു വിഷമമില്ല അല്ലേ? ഉണ്ടോ? എന്നിട്ട് എന്തൊരു സന്തോഷം നോക്കി. കാരണം ഞാനിവിടെ കിടന്ന് സ്ക്രീൻ ചെയ്യില്ലല്ലോ, പഠിക്കാൻ പറയില്ല, ഫുഡ് കഴിപ്പിക്കാൻ ബുദ്ധിമുട്ടിക്കില്ല, അതൊക്കെ കാരണം. എന്തായാലും ആ ഫോട്ടോ കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമ്മൾ ആ കാണിച്ചിരുന്ന ഫോട്ടോ അത് ആംസ്റ്റർഡാമിലെയാണ്. ആംസ്റ്റർഡാമിലെ ഒരു കനാലിൻ്റെ സൈഡിലുള്ള ഫോട്ടോയാണ്. കാരണം അവിടെ ഇഷ്ടംപോലെ സൈക്കിൾ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ട്രാവലിന് വേണ്ടിയിട്ട് ആളുകൾ സൈക്കിൾ യൂസ് ചെയ്യണേ. അതുകൊണ്ടാണ് ആ കനാലിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ സൈക്കിളുകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ സൈക്കിൾ എടുത്ത് റൈഡ് ചെയ്യണം എന്നുള്ളവർക്ക് സൈക്കിൾ കണ്ടിനൊക്കെ എടുത്തിട്ട് റൈഡ് ചെയ്യാം. അതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി നടക്കത്തില്ല. അതിൻ്റെ സാമ്പാറിനുള്ളത് ഏകദേശം എല്ലാം അരിഞ്ഞു കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തോരത്തിനുള്ളത് അരിയണം, പിന്നെ ദോശക്കുള്ളത് അരയ്ക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെക്കണം. ചിലപ്പോഴെങ്കിലും ഞാൻ വിചാരിക്കാറുണ്ട് ആണുങ്ങളായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു എന്ന്. എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ബാഗ് എടുക്കുക, 2 തുണി ഇടുക, പോവുക. എന്തെങ്കിലും അറിയണോ, എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടോ? ഇതിപ്പോൾ നമ്മൾ പോകണമുണ്ട് 2 ദിവസത്തേക്കാണെങ്കിലും 2-3 ദിവസത്തിനുള്ള ഫുഡും ഉണ്ടാക്കി വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം ഇനി എനിക്ക് പോയി പാക്ക് ചെയ്യാനായിട്ട്. ഞാനിവിടെ ദോശമാവും കറിയൊക്കെ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് മറ്റുള്ളവരോട് തീർത്തി പിടിച്ചുള്ള പാക്കിങ്ങിലാട്ടോ. അപ്പോൾ എന്താണെങ്കിലും അവരുടെ പാക്കിങ് എന്തായെന്ന് നമുക്ക് ഓടിപ്പോയി നോക്കിയിട്ട് വരാം.
ആംസ്റ്റർഡാമിൽ ഓട്ടയുള്ള സ്വിമ്മിങ് കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നേനെ. ഈശ്വര, ഇതും റെഡി. അല്ലെങ്കിൽ ആംസ്റ്റർഡാമിൽ നാളെ ചെല്ലുമ്പോൾ മഴയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നും വേണ്ടാന്ന്, സൺഗ്ലാസ് മാത്രം വരും. നമുക്ക് അംബർലയും കൊണ്ടുപോകും. ദാറ്റ് നൈസ്. റെഡി ഫോർ ആംസ്റ്റർഡാം. ആകെ 2 ജോഡി ഡ്രസ്സ് എടുക്കുന്നുള്ളു കേട്ടോ. നീ വേണമെങ്കിൽ നിങ്ങളുടെ എന്നൊക്കെ ഞാൻ വാങ്ങിക്കുന്നതായിരിക്കും. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ടോളാം. എല്ലാവരുടെയും പാക്കിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രി 12:30 എൻ്റെ പാക്കിംഗ് കൂടെ തുടങ്ങുന്നേ ഉള്ളൂ. ലാസ്റ്റ് മിനിറ്റ് പാക്കിങ്ങിലാണ്. 5:30 എഴുന്നേറ്റ് തുടങ്ങിയ പണിയാണ്. ഞാൻ നേരത്തെ എഴുന്നേറ്റത് കേട്ടോണ്ട് ആ കല്ലൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ആംസ്റ്റർഡാമിൽ എൻ്റെ കൂടെ വരട്ടെ എന്നൊക്കെ. അപ്പോൾ ഇതാ ബാഗൊക്കെ പാക്ക് ചെയ്തു. നമ്മുടെ കൂടെ അടുത്ത 4 പേരും കൂടെ വരാനുണ്ട്. അപ്പോൾ 7 മണിക്കാണ് നമ്മൾ മീറ്റിംഗ് ടൈം പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീബ്രോ വരും കേട്ടോ. അപ്പോൾ ജീബ്രോനെ കാണിച്ചു തരാം. ജീബ്രോ നമ്മളെ കൊണ്ടുവന്നാക്കാൻ വരും. ബാക്കി ആണുങ്ങൾ ആരും വരുന്നില്ല, കാരണം അവർക്ക് വിഷമമാവും നമ്മൾ പോകണമുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗെല്ലാം പാക്ക് ചെയ്തു. ഇനി ഇതൊക്കെ കയറ്റുമെന്തോ. റൈനർ ഫ്ലൈറ്റിനാട്ടോ നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഡബ്ലിനിലോട്ട് പോകണം. 11 o'clock-നാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇപ്പോൾ 7 o'clock നമ്മൾ 3 മണിക്കൂർ മുമ്പെങ്കിലും റിപ്പോർട്ട് ചെയ്യണ്ടേ. ബാക്കി 4 പേരെ നമുക്ക് മീറ്റ് ചെയ്യണ്ടേ. ഞങ്ങൾ ഭയങ്കര ത്രില്ഡാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടെ എല്ലാം തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ക്ലൈമറ്റ് തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും നമ്മൾ പറയാറുണ്ട്, നമ്മൾ കിട്ടുന്ന സമയം നമ്മൾ എൻജോയ് ചെയ്യും. നമ്മൾ ഫുൾ സ്ഥലങ്ങളും കാണിച്ചു തരികയും ചെയ്യും. ഓക്കെ, അതെ. കല്ലിന് വിഷമം ഉണ്ടാകല്ലോ. എന്നാൽ വെച്ച പക്ഷേ ഇതേ കൂടെ വരാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. ഇച്ചിരി കൂടെയൊക്കെ വലുതാവട്ടെ കേട്ടോ കല്ലു. അമ്മ പോയി എൻജോയ് ചെയ്തിട്ട് വരട്ടെ. ഓക്കെ കല്ലു, ബൈ ബൈ. ഒരുങ്ങിയില്ലായിരുന്നോ? ഇച്ചിരി കൂടെ ഒരുങ്ങായിരുന്നു അല്ലേ മജിജി? ബ്രോ ഹായ്, ഇതാണ് നമ്മുടെ ജീബ്രോ. നമ്മളെ കൂട്ടുകാരായിട്ട് രാവിലെ വന്നു. നേരെ എയർപോർട്ടിലോട്ട് വിടുകയാണ്. സ്റ്റൈലർ അപ്പോൾ ഞങ്ങളുടെ ജേർണി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് നമ്മുടെ ഡബ്ലിൻ എയർപോർട്ടാണ്. ഡബ്ലിൻ എയർപോർട്ടിലെ ടെർമിനൽ 1-ൽ നിന്നാണ് നമ്മൾ ആംസ്റ്റർഡാമിലോട്ട് പോകാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ പറയുന്നുണ്ട് 5 പേര്. ഞങ്ങൾ ഈ 5 പേരാണ് അടിച്ചു പൊളിക്കാൻ പോകുന്നത് കേട്ടോ ആംസ്റ്റർഡാമിലോട്ട്. ബൈ ബൈ. അപ്പോൾ ജീബ്രോ ബൈ. ജീബ്രോയ്ക്ക് വിഷമമൊക്കെ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്. എൻജോയ് ഹോളിഡേയ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോട്ടെ. ഞങ്ങൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് അകത്തുനിന്ന് എയർപോർട്ടിനകത്തുനിന്ന് ഞങ്ങളെല്ലാം പറയാം. ഞങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സാവത്തില്ലായിരിക്കും. പോട്ടെ. നമ്മുടെ സെക്യൂരിറ്റി ചെക്കിൻ അങ്ങനെ സക്സസ്ഫുള്ളി ഫിനിഷ് ആയിട്ടോ. എല്ലാ പ്രാവശ്യം എന്നെ അത് സെക്യൂരിറ്റി ചെക്കിൻ ചെയ്യുന്ന സമയത്ത് എന്നെ പിടിച്ചെടുത്താറുണ്ട്. കാരണം കയ്യിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കമ്പി അടക്കുന്ന കാരണം മിക്കവാറും എപ്പോഴും പിടിച്ചെടുത്തിട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ പിടിച്ചെടുത്തേണ്ടി വന്നില്ല. സെക്യൂരിറ്റി ചെക്കിനിൽ കുഴപ്പമൊന്നുമില്ലാതെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജാക്കറ്റ് എല്ലാം കൂടെ അവർ പിടിച്ചു. ഈ കയ്യിൽ കിടക്കുന്ന ഈ സാധനം ജാക്കറ്റിൻ്റെ കൂടെ ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിൽ കൂടെ ഞാൻ വല്ലതും കടത്തുവാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് ഫുള്ള് അവർ ചെക്ക് ചെയ്യായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ തന്നെ ഓൺലൈൻ ചെക്കിൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയതുകൊണ്ട് അധികം നേരം ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. ക്യൂ ഒന്നും നിൽക്കാതെ നേരെ സെക്യൂരിറ്റി ചെക്കിലൂടെ കയറി എയർപോർട്ടിനകത്തേക്ക് വന്നു. ഇനി നമ്മൾ 11 മണിക്കാണ് 11:30-ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ കുറച്ച് സമയമുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ഇറങ്ങിയതാണ്. കുറച്ച് നേരം ഇതുവഴി ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് കയറാനായിട്ട്. എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചെറുതായിട്ട് എന്ത് കഴിച്ചു, നമ്മൾ ബർഗർ കഴിച്ചില്ലേ. ബർഗർ കിങ് കയറി ബർഗറൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ ചില്ലാതെ പോവാണ്. ഞങ്ങളുടെ ഫ്രണ്ടിൽ 3 കിളികൾ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ അന്വേഷിച്ച് വരുമോയെന്നറിയില്ല. ഞങ്ങൾ മിസ്സൊന്നും ആവത്തില്ല അങ്ങനെ. എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ പോവാം. ഇനിയിപ്പോൾ ഫ്ലൈറ്റിനകത്ത് കയറിയിട്ട് അവിടെ എവിടെയൊക്കെയാണെന്ന് തോന്നുന്നു. അവിടെ എവിടെയൊക്കെ അല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അടുത്തടുത്തൊക്കെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇപ്പം അടുത്തടുത്ത് സീറ്റ് കിട്ടാതിരിക്കാൻ നല്ലത്. ചിലപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലോ. ഡബ്ലിനും അതുപോലെ ആംസ്റ്റർഡാമും തമ്മിൽ ഒരു മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് 11:10-നാണ് ഫ്ലൈറ്റ്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ 1 മണിക്കൂർ, അപ്പം നിയർലി ഒരു 12:30 എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഒരു നിയർലി 1 o'clock ആകുമായിരിക്കും. അവിടുത്തെ ടൈം 1 o'clock ആകുമ്പോഴത്തേക്ക് ഇറങ്ങുമായിരിക്കും.
റൈനെയർ ഫ്ലൈറ്റ് നമ്മുടെ റെഡിയായി കിടക്കാം കേട്ടോ ആംസ്റ്റർഡാമിലോട്ട് പോകാനായിട്ട്. പുറത്ത് അകത്ത് വന്നപ്പോൾ കുറച്ചുകൂടി തണുപ്പ് തോന്നി, പക്ഷേ വെയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തണുപ്പ് ഇത്തിരി കുറവുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇന്ന് രാവിലെ 12 to 14 ഡിഗ്രി സെൽഷ്യസ് ആണ് അയർലൻഡിൽ തണുപ്പ്, അയർലൻഡിലെ ടെമ്പറേച്ചർ. ഇനിയിപ്പം ഇപ്പോൾ കാണിക്കുന്ന ആംസ്റ്റർഡാമിൽ 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ചെറുതായിട്ട് റെയിനൊക്കെ കാണിക്കുന്നത്, എന്താവും എന്നറിയില്ല അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും. പക്ഷേ നമ്മൾ പോഞ്ചോയും റെയിൻ ജാക്കറ്റും ഒക്കെ എടുത്തുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ വരത്തില്ലായിരിക്കും. നമ്മൾ ചേച്ചി ദേ പോണ്, ചേച്ചി ബാക്കിലാണോ സീറ്റ്? ചേച്ചി വേണമെങ്കിൽ പോയി, ഇവിടെ വരെ കൂടെ ഉണ്ടായിരുന്നായിരുന്നു. ചേച്ചിക്ക് ബാക്കിലായതുകൊണ്ട് അടിച്ചു പിരിഞ്ച് പോച്ചാച്ച്, തുടക്കമായതുകൊണ്ട് അടിച്ചു പിരിഞ്ച് പോച്ചാച്ച് 5 പേരും കൂടെ ഇറങ്ങിയിട്ട്. റൈനർ ഫ്ലൈറ്റിനകത്ത് സേഫ്ലി ആൻഡ് കംഫർട്ടബിളി നമ്മൾ ഇരിക്കട്ടെ. അപ്പം പലരും ഇതിനകത്ത് കയറിയിരിക്കണേ, മിക്കവാറും എല്ലാവരും തന്നെ ഇതുപോലെ ലേഡീസ് ഓൺലി ട്രിപ്പൊക്കെ പോകുന്നവരാണ്. കുറേ ഇഷ്ടം പോലെ പേര് എല്ലാവരും ഗ്രൂപ്പായിട്ടൊക്കെ പോകുന്നവരാണ്. നമ്മൾ കയറിയപ്പോഴേ നമുക്ക് 4 പേർക്കും ഏറ്റവും ഫ്രണ്ടിൽ തന്നെയാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ശരിക്കും മഞ്ജുഷിയുടെ തൊട്ട് ബാക്കിൽ കിട്ടി. അപ്പോൾ ആദ്യമേ വന്നപ്പോൾ തന്നെ വേറെ 2 പേര് വന്നിട്ട് പറഞ്ഞു അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നുണ്ട്. ബാക്കിലിരുന്ന സിന്ധുചേച്ചിനെ ഞങ്ങളിത് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അറിഞ്ഞുകൂടാ, ഇനി ഒരു 5 മിനിറ്റും കൂടെ ഉണ്ട് ഇതിനകത്തും ഈ ഫ്ലൈറ്റ് വിടാനായിട്ട്. നമ്മുടെ നാട്ടിലെ KSRTC ബസ് പോലെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇനി 5 മിനിറ്റിനകത്തായിരിക്കും ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് ഞങ്ങൾ കയറാനുണ്ടെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സിന്ധുചേച്ചിനെ വീണ്ടും ഓടിക്കേണ്ടി വരും. എന്തായാലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലേസിലാണ് സിന്ധുചേച്ചി ഇരുന്നത്. എമർജൻസി എക്സിറ്റിൻ്റെ എവിടെയും കണ്ടായിരുന്നു അല്ലേ ചേച്ചി? നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഓടിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. കൊച്ചു ഫ്ലൈറ്റ് ആണെങ്കിലും നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല എൻജോയ് ചെയ്ത് പോകട്ടെ. നമ്മുടെ തൊട്ടപ്പുറത്ത് വേറൊരു ഗ്രൂപ്പ് ഇതുപോലെ തന്നെ 4 പേര് പോകണം, നമ്മൾ 5 പേര് പോകണം. അങ്ങനെ ഭയങ്കര എൻജോയ്ഫുള്ളായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇനിയിപ്പോൾ എത്ര ഒരു മണിക്കൂറും കറക്റ്റ് 1 മണിക്കൂർ എടുക്കുമായിരുന്നു. എന്തായാലും ഇനിയും പ്രതീക്ഷിക്കുന്നത് നമ്മൾ ആരും വരത്തില്ലെന്ന്, വന്നാലും നമ്മളിനി സീറ്റ് വിട്ടു കൊടുക്കത്തില്ല. കാരണം ശരിക്കും ഈ ഫ്ലൈറ്റ് കിട്ടിയാൽ നമുക്ക് KSRTC ബസ്സാണെന്ന് തോന്നുള്ളൂ. അതുപോലെ ചെറിയൊരു ഫ്ലൈറ്റും സീറ്റുകളും ഒക്കെ ആണെങ്കിലും അതുപോലെ നമ്മൾ ശരിക്കും പൈലറ്റ് തൊട്ടടുത്തായിട്ടിരിക്കുന്നത്. ഇനി ഫ്ലൈറ്റ് എടുത്തില്ലെങ്കിൽ നമ്മൾ പോയി ഫ്ലൈറ്റ് പറത്തുന്നതായിരിക്കും അല്ലേ? ഉറങ്ങല്ലേ എൻജോയ് ചെയ്യാൻ പോലത്തതേ വരുന്ന ഉറങ്ങുന്നത്. 5 നൈറ്റും കഴിഞ്ഞിട്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ നിർബന്ധിതപൂർവ്വം ഫ്രണ്ട് ഡോറ് അടപ്പിച്ചിരിക്കുകയാണ് ഫ്ലൈറ്റിൻ്റെ. കാരണം ഇനി ആരെങ്കിലും കയറി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും മിസ്പ്ലേസ് ആവേണ്ടി വരും. വീണ്ടും അവർ തുറക്കുന്നു. ഇനി തുറക്കരുതെന്ന് പറയാം. ശരിക്കും അടച്ചിട്ടില്ലേ, നല്ലോണമൊക്കെ അടയ്ക്ക്, ആരെങ്കിലും ഒക്കെ പുറത്ത് ചാടിപ്പോകും. എന്താണെങ്കിലും ഫ്ലൈറ്റ് അടച്ചു. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് പോകും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പേടിക്കേണ്ട. ഇനിയിപ്പോൾ ആരും വന്ന് നമ്മളിവിടെ നിന്ന് ആരും എഴുന്നേപ്പിച്ച് വിടാൻ പോകുന്നില്ല. ആംസ്റ്റർഡാമിൻ്റെ ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂ ആയിട്ട് നമ്മൾ ഈ കാണുന്നത്. ആംസ്റ്റർഡാമിലോട്ട് എത്താനായിട്ട് ഇനി ഒരു വെറും 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. നമ്മളോട് ഇന്ന് മഴയാണെന്നൊക്കെ പറയുന്നത്, പക്ഷേ നമ്മൾ വന്ന വഴിക്കെല്ലാം മേഘം നോക്കിയിട്ട് നമ്മൾ മേഘം ഇരുണ്ടൊന്നുമല്ല കിടന്നിരുന്നത്, നല്ല തെളിഞ്ഞ് തന്നെ നിൽക്കുന്നതാണ് ഇപ്പോഴും. നമ്മൾ ഭയങ്കര സണ്ണിയാണ് അപ്പുറത്തു നിന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും മഴയൊന്നും കാണുന്നൊന്നുമില്ല, ചെറുതായിട്ട് ഇവിടെയൊക്കെ ക്ലൗഡി ആയി തുടങ്ങിയിട്ടുണ്ട് അടുത്തെത്താറായപ്പോഴത്തേക്കും. പക്ഷേ എന്ത് ഭംഗിയാണ് നോക്കി, ആകാശത്തു നിന്നുള്ള വ്യൂ ആണ്. പക്ഷേ എന്തോരം വിൻഡുമില്ലാന്ന് അറിയാമോ? നമ്മൾ പോകുന്ന വഴിക്ക് എന്തോരം വിൻഡുമില്ല അല്ലേ കടലിൽ കണ്ടത്. നമ്മൾ മേഘമാളികളുടെ ഇടയിൽ കൂടെ വന്നപ്പോൾ വെയിലൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷിച്ചിട്ട്. പക്ഷേ ശരിക്കും ആംസ്റ്റർഡാം നമ്മൾ നേരത്തെ നോക്കിയിട്ട് വന്നപ്പോൾ ഇവിടെ 50% റെയിൻ ആണല്ലോ കാണിച്ചത്. അതായത് ഇപ്പോൾ കറക്റ്റ് എത്തിട്ടോ. നമ്മൾ 12:23 ആണ് ഇപ്പം അയർലൻഡിലെ ടൈം. അപ്പോൾ ഇവിടെ ഇപ്പം 1:23 ഇപ്പം കാണിക്കുന്നത്. ഇറങ്ങാനായിട്ടുണ്ട്. അതായത് 1 അവറിൻ്റെ വ്യത്യാസം. പക്ഷേ എത്താറായപ്പോഴത്തേക്കും നമുക്ക് ശരിക്കും കാണാം ക്ലൗഡിയായി മഴ പെയ്യുന്നുണ്ട്. അതായത് 1:30 നമ്മൾ ക്ലൈമറ്റ് നോക്കിയിരുന്ന സമയത്ത് കാണിച്ചിരുന്നത് 50% റെയിനാണ്. അതിപ്പോൾ 50% റെയിനും ക്ലൗഡിയൊക്കെയാണ് ഇപ്പോൾ. ആംസ്റ്റർഡാമിലെ സ്കിപ്പോൾ എയർപോർട്ടിൽ നമ്മളങ്ങനെ കാലുകുത്തിയിരിക്കുകയാണ് കേട്ടോ. വന്നിറങ്ങിയപ്പോൾ അതേ ക്ലൗഡി മഴയൊക്കെ ഉണ്ട്. കുറച്ച് നേരം നമുക്ക് ഫ്ലൈറ്റിനകത്ത് തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം എന്തോ ഇൻഫർമേഷൻ നമുക്ക് ശരിക്കും കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവർ ടെർമിനലിൽ ഓപ്പൺ അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നമ്മൾ പോട്ടെ, എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറാം. എന്താ കഥ ഈ ഇരിക്കാന് ഇനി ഏത് വഴിക്ക് പോയെന്ന്. ഇരിക്കാനൊരു സീറ്റ്, ബാഗ് വെക്കാനൊരു സീറ്റ് എല്ലാം തന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച ആവിയായി പോയെന്ന്. ഏത് വഴിക്ക് പോയെന്നാ. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടല്ലേ, നമ്മൾ 5 പേരും ഉണ്ട് കേട്ടോ. എന്തായാലും ആംസ്റ്റർഡാമിലെ സ്കിപ്പോൾ എയർപോർട്ടിലാണ്.
ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സ്കിഫോൾ എയർപോർട്ടിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. ആംസ്റ്റർഡാമിലെ അല്ലെങ്കിൽ നെതർലാൻഡ്സിലെ വൺ ഓഫ് ദി ഫേമസ് അല്ലെങ്കിൽ വളരെ ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് സ്കിഫോൾ എയർപോർട്ട്. അവിടെ നിന്ന് സ്റ്റെയർ കയറിയപ്പോഴാട്ടോ ഇച്ചിരി ശ്വാസം മുട്ടിയത്, ചാടി ചാടി പോകുന്നപ്പം. നെതർലാൻഡ്സിലെ മാത്രമല്ല കേട്ടോ, നമ്മുടെ യൂറോപ്പിലെ 2017 ഇത് 3rd ബിസിയസ്റ്റ് എയർപോർട്ടായിരുന്നു. അതുപോലെ യൂറോപ്പിലെയും അതുപോലെ ഇൻ്റർനാഷണലി തന്നെ ബിസിയസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ടാണ് സ്കിഫോൾ എയർപോർട്ട്. ഒത്തിരി ഇൻ്റർനാഷണൽ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് വന്നിറങ്ങുന്ന ഒരു എയർപോർട്ടാണ് സ്കിഫോൾ എയർപോർട്ട്. അപ്പോൾ നമുക്ക് സ്കിഫോൾ എയർപോർട്ടിൽ നിന്നാണ് ഇവിടെ നിന്നാണ് നമുക്ക് ട്രാമോ അതല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്, ട്രാമോ അല്ലെങ്കിൽ ട്രെയിൻ സ്റ്റേഷനോ അവിടെ എവിടെയെങ്കിലും പോയിട്ട് വേണം, അവിടെ നിന്ന് വേണം നമുക്ക് നമ്മുടെ ഹോട്ടലിലോട്ട് പോകാനായിട്ട്. അപ്പോൾ മെനിഞ്ചർ ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോകണം. വലിയ ബെൽറ്റുകളല്ലേ ഒത്തിരി, കാരണം ഒത്തിരി ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നുണ്ടല്ലോ, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ. ഡേയ്സ് പ്ലാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബാഗേജ് ഒന്നും കളക്ട് ചെയ്യാനില്ല. നമുക്കൊരു ബാക്ക് പാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാഗേജിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കളയേണ്ട സമയമില്ലല്ലോ. നമുക്കിതാ ഇതുപോലത്തെ ബാക്ക് പാക്കേ ഉള്ളൂ. 2 ഡേയ്സ് പ്ലാൻ ആയതുകൊണ്ട്. വെൽക്കം ടു ഷിപ്പോൾ പ്ലാസ. നമ്മളീ കാണുന്നതാണ് കേട്ടോ ഷിപ്പോൾ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. നമ്മൾ നടന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഇതല്ല ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ. ശരിക്കും പറഞ്ഞാൽ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് മറ്റ് ഇൻ്റർനാഷണൽ കൺട്രീസുമായിട്ടുള്ള ഇൻ്റർനാഷണലി കണക്ട് ചെയ്യുന്ന ട്രെയിൻസൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ഇപ്പം നമുക്ക് ആരോടെയും ചോദിക്കണം, കാരണം നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നിറങ്ങുന്നതല്ലേ. അപ്പം ഒന്ന് ചോദിക്കണം. നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഹോട്ടൽ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ദാഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ബബിൾ ടീ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും ബബിൾ ടീ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, നമ്മൾ ഇതുപോലെ ആംസ്റ്റർഡാമിൽ വന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും ഡ്രിങ്ക് കഴിക്കുമ്പോഴാണെങ്കിലും വളരെ ശ്രദ്ധിക്കണമെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ കഞ്ചാവൊക്കെ ഒത്തിരി ലീഗലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഷോപ്പുകളിലൊക്കെ കയറുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്. ഇത് ഷിപ്പോൾ പ്ലാസയാണ്. ഷിപ്പോൾ പ്ലാസയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്നത്. ഷിപ്പോൾ പ്ലാസ ഒരു വലിയ മാളാണ് തോന്നുന്നു. ഒത്തിരി ഷോപ്സും റെസ്റ്റോറൻറ്റ്സും എല്ലാം കൂടെ ചേർന്ന ഒരു സ്ഥലമാണ് ഷിപ്പോൾ പ്ലാസ. അപ്പോൾ ഷിപ്പോൾ പ്ലാസയ്ക്ക് പുറത്ത് നമുക്കൊരു സംഭവം കാണാനുണ്ട്. എന്താണെങ്കിലും ഷിപ്പോൾ പ്ലാസയുടെ പുറത്ത് നമ്മൾ ആ സാധനം കാണിച്ചു തരുന്ന സൈൻ പോസ്റ്റ് കാണിച്ചു തരുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ബബിൾ ടീ ഒക്കെ കുടിച്ചിട്ട് നമുക്കങ്ങ് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോസ്, കാരണം അല്ലെങ്കിൽ ഈ വീഡിയോസിൻ്റെ ലെങ്ത് കൂടി പോകും, നിങ്ങൾക്ക് തന്നെ ഒരു ബോറായി പോകും. എന്താണെങ്കിലും നമ്മുടെ പുതിയ വീഡിയോസ്, അതായത് ആംസ്റ്റർഡാമിൻ്റെ വീഡിയോസ് നമുക്ക് ഷിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഷിപ്പോൾ പ്ലാസയുടെ പുറത്തു തന്നെയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ ദിസ് ഇസ് അഞ്ജു സൈനിങ് ഔട്ട്.